മുന്നേ പൊൻകുഴി അമ്പലത്തിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ബാക്കിയായിട്ട് ഗോപാൽ സ്വാമി പോകുന്ന വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഗോപാൽ സ്വാമി പേട്ടിലുള്ള അമ്പലത്തിലേക്ക് പോകുന്നതാണ് കേട്ടോ. ഇതിലെ വീഡിയോയ്ക്ക് കുറച്ചൊരു പ്രശ്നം ഉണ്ടാവും. കുറച്ച് മുന്നേ ഉള്ള വീഡിയോ ആണ് കേട്ടോ. എൻ്റെ ഫോണൊക്കെ മാറുന്നതിന് മുന്നേ ഉള്ള വീഡിയോ ആണ്. ഇതാ ആ കാണുന്ന മലയില്ലേ, അവിടെയാണ് കേട്ടോ നമ്മൾ പോകാൻ നിൽക്കുന്ന അമ്പലം ഉള്ളത്. ഞങ്ങളിപ്പോൾ വയനാട്ടിൽ നിന്നാണ് വരുന്നത്, അതുകൊണ്ട് ഇതൊരു ഷോർട്ട് കട്ട് വഴി ചാടിയതാണേ. ഇത്രയും പേരാണ് കേട്ടോ ഇപ്പം ഈ അമ്പലത്തിലേക്ക് പോകുന്നത്. ഇങ്ങനെയാണ് അമ്പലത്തിൻ്റെ എൻട്രൻസ് ഉണ്ടാവുക. ഇവിടെ നമ്മൾ ബസ് കാത്തു നിന്നിട്ട് വേണം മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഒരു ടിക്കറ്റിന് 70 രൂപയാണ് ചാർജ്. ഒരു അരമണിക്കൂർ യാത്രയുണ്ട് ചുരത്തു കൂടെ. അത് നല്ല രസമാണ് കേട്ടോ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ മുന്നിലേക്ക് ബസ് കൊണ്ട് നിർത്തുകയാണ് ചെയ്യുക. ആ ബസ്സിൽ തന്നെയാണ് താഴേക്കുള്ള ആളുകളെ കയറ്റിയിട്ട് വരിക. അപ്പോൾ നമ്മളെ ബസ് ഇങ്ങനെ കുറച്ച് മുന്നോട്ട് പോയിട്ട് ബാക്ക് അടിച്ച് ഇവിടെ കൊണ്ടുവന്ന് നിർത്തുക കേട്ടോ ചെയ്യുക. അമ്പലത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് ബസ്സിൻ്റെ ടിക്കറ്റ് 70 രൂപയാണ് ആവുക. കർണാടകത്തിലുള്ള പെണ്ണുങ്ങൾക്ക് ഫ്രീയുമാണ് കേട്ടോ, 70 രൂപ കൊടുക്കേണ്ട ആവശ്യമില്ല. അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഇതാ ചേട്ടൻ്റെ പാട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ഉറക്ക കേൾക്കുക. ഞങ്ങൾ ഈ വന്ന സമയത്ത് നല്ല വെയിലായിരുന്നു കേട്ടോ, അതുകൊണ്ട് അവർ നിലത്തൊക്കെ പച്ച വെള്ളം കൊണ്ടൊന്ന് ഒഴിച്ചു തരുന്നുണ്ട് കാല് പൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട്. എപ്പോഴും തിരക്കുള്ള അമ്പലമാണ് കേട്ടോ ഇത്. ഈ വീഡിയോൻ്റെ അവസാനം ഞാൻ വേറെ വേറെ സീസണിൽ വരുമ്പോൾ കാണുന്ന വ്യൂസ് ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് അമ്പലത്തിൻ്റെ എൻട്രൻസ് ഉണ്ടാവുക. അമ്പലമൊക്കെ തൊഴുത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇതുപോലെ പ്രസാദം കിട്ടും കേട്ടോ. ഒരു സാമ്പാർ സാദവും പിന്നെ ഒരു പായസവുമാണ്. ഈ കയ്യിൽ കെട്ടിയിരിക്കുന്നതാണ് ഇവിടുത്തെ അമ്പലത്തിൽ വന്നു എന്നുള്ളതിൻ്റെ മാർക്കാണ് കേട്ടോ. കയ്യിൽ കെട്ടിയ ചരട്. ഇതൊക്കെ പുറത്തുള്ള കാഴ്ചകളാണ്. അമ്പലം അങ്ങനെ ഒരുപാട് മെയിൻ്റനൻസ് ഒന്നും ചെയ്യാത്ത ഒരു അമ്പലമാണ് കേട്ടോ. എപ്പോൾ പോകുമ്പോഴും അങ്ങനെ ഏകദേശം ഒരേപോലെ തന്നെ നിൽക്കുന്ന ഒരു അമ്പലമാണ് ഇത്. ഞാൻ ശ്രദ്ധിച്ചത് കേട്ടോ. അമ്പലത്തിൻ്റെ പുറം ഭാഗത്തിനൊക്കെ ഇങ്ങനെ കല്ലാണ്, കരിങ്കല്ല് പാകിയ അമ്പലമാണ്. പുറത്ത് മാത്രമേ ചൂടുള്ളൂ. അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയാൽ നല്ല തണുപ്പാണ് കേട്ടോ. നല്ല കാറ്റാണ്, പുറത്തൊക്കെ നല്ല കാറ്റാണ്. ആനേനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ ഈ ആളുകളൊക്കെ. ഞങ്ങൾ വന്ന സമയത്ത് ആ ആന വന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ദൂരെ ഒരു പൊട്ടുപോലെ ആനേനെ കാണാൻ പറ്റുമേ. ഇത് കണ്ടില്ലേ, ഞങ്ങൾ വന്ന് തൊഴുത് കഴിഞ്ഞിട്ട് വീണ്ടും ക്യൂ ആണ് കേട്ടോ. ഇത്ര തന്നെ തിരക്കാണ് ഇവിടെ. ഇവിടേക്ക് ആദ്യമായി വരുന്ന ആൾക്കാരും ഉണ്ടാവും, വന്നവർ തന്നെ വീണ്ടും വീണ്ടും വരികയും ചെയ്യും കേട്ടോ. അങ്ങനെ എന്തോ ഒരു മായാജാലമുള്ള ഒരു അമ്പലമാണ് ഇത്. ഞാൻ തന്നെ ഇത് 3ഓ 4ഓ തവണ ഇവിടേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ 4ാമത്തെ വരവ് എന്തോ ആയിരുന്നു ലാസ്റ്റത്തത്. എന്താണെന്ന് വെച്ചാൽ മഴക്കാലത്ത് ഒരു രീതിയിൽ, തണുപ്പ് കാലത്ത് മഞ്ഞ് മൂടി അത് വേറൊരു രീതിയിൽ, വേനൽക്കാലമാകുമ്പം ഇങ്ങനെ. എന്തായാലും ഇവിടെ കാറ്റുണ്ടാവും കേട്ടോ. അങ്ങനെ ഒരു പ്രത്യേകതയുള്ള ഒരു അമ്പലമാണ് ഇത്. ഇത് കണ്ടില്ലേ, ഇത് ഞാൻ മുന്നേ വന്നപ്പോൾ എടുത്ത ഫോട്ടോയാണ്. ഇങ്ങനെ ജീപ്പുകളിൽ ഫോറിനേഴ്സിനെ ഇവിടെ കൊണ്ടുവരും കേട്ടോ. അവർ ബസ് വേണ്ടാത്തവർക്ക് അങ്ങനെയും വരാം. പണ്ടൊക്കെ നമ്മളെ സ്വന്തം വണ്ടിയിൽ വരാൻ പറ്റുമായിരുന്നു, പക്ഷേ അതിപ്പോൾ സമ്മതിക്കുന്നില്ല. ഇങ്ങനെ ബസ്സിന് മാത്രമേ വരാൻ പറ്റുള്ളൂ കേട്ടോ. തൊഴുത് കഴിഞ്ഞാൽ നമ്മൾ വേഗം പോയി ക്യൂ നിൽക്കണം, എന്നാലാണ് അടുത്ത താഴേക്ക് പോകുന്ന ബസ്സിന് നമുക്ക് കിട്ടുക. അങ്ങനെ ഞങ്ങൾ ക്യൂ ഒക്കെ നിന്ന് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ബസ്സിന് പോകാനുള്ള, ഒരു ബസ്സിനും കുറച്ചും കൂടിയും അത്രയേ സ്ഥലമുള്ളൂ. അപ്പോൾ അത് മുന്നിൽ നിന്നൊരു ബസ് വരുന്ന കണ്ടില്ലേ, ആ ബസ്സിന് വേണ്ടി റിട്ടേൺ അടിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊരു സ്ഥലത്ത് കയറ്റി ഇട്ടാലാണ് ആ ബസ് പോയിട്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. നല്ല രസമുള്ള കാഴ്ചകളാണ് പുറത്തേക്ക് നോക്കുമ്പോൾ. പഴയ ഫോണിലായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്, അപ്പോൾ ആ ഫോൺ മാറ്റിയപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് വിഷ്വൽസൊക്കെ മിസ്സായതുകൊണ്ടാണ്. ജീവിതത്തിൽ ഒരിക്കൽ ഒരാൾ എന്തായാലും പോയിരിക്കേണ്ട ഒരമ്പലമാണ് കേട്ടോ ഇത്. അമ്പലമായിട്ടല്ല, അതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടെങ്കിലും കണ്ടിരിക്കണേ. ഇങ്ങനെ പോകുമ്പോൾ ഞങ്ങൾ മുന്നേ ഫോട്ടോ എടുത്തില്ലേ, ആ എടുത്ത സ്പോട്ടൊക്കെ നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ കാണാം കേട്ടോ. ഒരു വശത്തുനിന്ന് നോക്കിയാൽ താഴേക്ക് എത്താനാവുമ്പോൾ നമ്മൾ കണ്ട ആ ആൽമരമൊക്കെ കാണാൻ പറ്റും. അങ്ങനെ താഴെ എത്തിയിട്ടാണ് ഞങ്ങൾ ചായയൊക്കെ കുടിച്ച്, താഴെ ഇങ്ങനെ കുറേ സ്നാക്സൊക്കെ കിട്ടും കേട്ടോ.
എൻ്റെ സൂര്യകാന്തി പാടത്തിൻ്റെ വീഡിയോയിൽ ഈ ഭാഗം മുഴുവൻ സൂര്യകാന്തികളായിരുന്നേ. ഇവിടെ വന്നിട്ടാണ് ഞങ്ങൾ അന്ന് വീഡിയോ ഒക്കെ എടുത്തത്. നമ്മൾ ഇങ്ങോട്ട് വന്ന വഴിയും എല്ലാ സ്ഥലവും അന്ന് ബന്ദിപ്പൂവും സൂര്യകാന്തിപ്പൂവും പിന്നെ കൃഷിയൊക്കെ ആയിട്ട് ഉഷാറായിട്ടുണ്ടായിരുന്നു. ഇതും കുറേ ഏപ്രിൽ മെയ് മാസത്തിൽ പോയപ്പോഴുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. നമ്മൾ ടോൾ കൊടുക്കാനുള്ള ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കട്ട് റോഡ് കൂടി കയറിയിട്ട് അങ്ങോട്ട് പോയത്. ഈ യാത്ര ഞങ്ങളിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇതിലെ ഇങ്ങനെ പോയാൽ വേറെ കാട്ടിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ കയറി ഗൂഡല്ലൂരേക്ക് കയറിയിട്ട് നമുക്ക് ബത്തേരിക്ക് പോകാൻ പറ്റുമേ. അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള കുറച്ച് ഫോട്ടോസും കൂടി ഞാൻ ഇവിടെ ചേർക്കാം കേട്ടോ. ഇനി ഒരിക്കലും കൂടി പോകാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വൃത്തിയായിട്ട് നല്ല കൃത്യമായിട്ട് അവിടെയുള്ള എല്ലാ വീഡിയോയും എടുത്ത് കാണിച്ചു തരുന്നുണ്ടേ. അമ്പലത്തിൻ്റെ 4 മൂലയിലും ഇങ്ങനെ ഓരോ പ്രതിമകളുണ്ട് കേട്ടോ. പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ചെറിയ ചെറിയ തടാകങ്ങൾ പോലെ ഉണ്ടാവും. മൊട്ട കുന്നാണ് കേട്ടോ ബാക്കിയുള്ളതൊക്കെ. ഭയങ്കര രസമാണ്. ഏത് കാലാവസ്ഥയിൽ പോയാലും ഭയങ്കര രസമുള്ള ഏരിയ ആണ് കേട്ടോ അത്. മഞ്ഞുള്ളപ്പോൾ പോയിട്ടുണ്ടെങ്കിൽ മൊത്തം കോടയായിരിക്കും കേട്ടോ. അതിൻ്റെ കുറച്ച് വീഡിയോ ഉണ്ട്, അത് ഞാൻ ഇവിടെ ചേർക്കാം. കണ്ടില്ലേ, ഫുള്ള് മഞ്ഞായിരിക്കും. നമ്മളെന്തോ ആകാശത്തൊക്കെ നിൽക്കുന്ന പോലെയാണ് കേട്ടോ തോന്നുക. ഇത് ഞാൻ പോയപ്പോൾ എടുത്ത വീഡിയോ അല്ല, അനിയത്തിൻ്റെ കയ്യിലുള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. വയനാട്ടിൽ നിന്ന് ഒരൊറ്റ ദിവസം കൊണ്ട് പോയി വരാൻ പറ്റുന്നതാണേ. ഇനി ദൂരെയുള്ളവരാണെങ്കിൽ ഒരു 2 ദിവസം അല്ലെങ്കിൽ ഒരു 3 ദിവസം അത്രമാത്രം മതി കേട്ടോ. അമ്പലത്തിൻ്റെ താഴെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ മാത്രമേ ഭക്ഷണമൊക്കെ കിട്ടുള്ളൂ. മുകളിലേക്ക് വന്നാൽ നമുക്ക് ഈ അമ്പലത്തിലത്തെ പ്രസാദം മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. വെള്ളവും കുടിക്കാൻ കിട്ടും, അതല്ലാതെ ചായ സ്നാക്സ് അങ്ങനെയുള്ളതൊന്നും കിട്ടില്ലേ. ബന്ദിപ്പൂക്കളൊക്കെ കാണാനായിട്ട് ഞങ്ങൾ പോയപ്പോഴുള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. നമ്മൾ പോകുന്ന വഴിയും പിന്നെ ഗോപാലസ്വാമിപേട്ടിൻ്റെ താഴെ തന്നെയാണ് സൂര്യകാന്തി പാടമൊക്കെ അവർ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. പിന്നെ ഈ വീഡിയോയിൽ കുറേ പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്കറിയാം. ഓരോ വീഡിയോ ഓരോ ടൈപ്പിലാണ്, അതൊക്കെ പരിഹരിക്കും. ഞാൻ ഇനി പോകുമ്പോൾ എന്തായാലും പുതിയ വീഡിയോ എടുത്തിട്ട് ഇടുന്നുണ്ട് കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു.